വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേസ് ക്ലിനിക്കിലാണ്, പെരുമ്പാവൂരാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഡോക്ടർ റിംഷ പൗലോസ് ആണ്, കേസ് ക്ലിനിക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, സ്കിൻ കെയർ ടോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IV ഗ്ലൂട്ടാത്തിയോൺ റിലേറ്റഡ് ആയിട്ട് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറേ പേര് നോർമലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഫസ്റ്റ് ഞാനിവിടെ ഒരു ഗ്ലൂട്ടാത്തിയോൺ IV ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഫോട്ടോയും കൂടി ഞാൻ ഈ സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടൈം കഴിഞ്ഞിട്ടാണ് ഈ മേക്ക് ഓവർ ഇങ്ങനെയൊക്കെ വന്നെന്നുള്ള എല്ലാമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടെ ചെയ്യും. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ പറയാമേ. ഇത് IV അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കാണ് അല്ലെങ്കിൽ അവർക്ക് അലർജി ഉള്ളവർക്ക് യൂസ് ചെയ്യാമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഏത് ഏജ് കാറ്റഗറി, കിഡ്സ്, അത് ഏത് ഏജ് മുതലാണ് നമുക്ക് IV ഗ്ലൂട്ടാത്തിയോൺ എടുക്കാൻ പറ്റുന്ന ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര സിറ്റിംഗ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുക, പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത് ഈ IV അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെ പ്രസൻറ്റ് ആയിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു ഹെൽത്തിയർ സ്കിന്നിനെ കൊണ്ടുവരികയും ഒരു ഗ്ലോ കൊണ്ടുവരികയും നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒരു 2 to 3 ഷെയ്ഡ്സ് ലൈറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഒത്തിരി ഇമ്പ്രൂവ് ആകും. അങ്ങനെയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ആർക്കൊക്കെ നമുക്ക് ഈ ഒരു IV അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അലർജറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? കുറേ പേര് മെഡിസിൻ ഒക്കെ എടുക്കുന്നതല്ലേ. ഓക്കെ, ബേസിക്കലി ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ IV ഗ്ലൂട്ടാത്തിയോണിലേക്ക് പോകുന്നത്. നോർമലി ഗ്ലൂട്ടാത്തിയോണിന് അലർജി വരാറില്ല, കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡന്റ് ആയത് കാരണം വലിയ അലർജി ഒന്നും വരാറില്ല. ഇൻ കേസ് എക്സ്ട്രീം അലർജിക് ആയിട്ടുള്ളവർക്ക് നമ്മളൊരു ടെസ്റ്റ് ചെയ്തിട്ടാണ്, അലർജി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ IV ഗ്ലൂട്ടാത്തിയോൺ കൊടുക്കുന്നത്. എറൗണ്ട് ഇപ്പം ഞാനൊരു 2 years ആയെന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെ അലർജറ്റിക് ആയിട്ട് എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാമേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കിഡ്സിനാണെന്നുണ്ടെങ്കിൽ ഏത് ഏജ് കാറ്റഗറി ഉള്ളവർക്ക് മുതൽ ചെയ്യാൻ പറ്റും? നമ്മൾ ആസ് ഓഫ് നൗ സ്റ്റഡീസ് ഒന്നും പ്രൂവൻ അല്ല പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് IV എടുക്കരുത്, IV ഗ്ലൂട്ടാത്തിയോൺ എടുക്കരുതെന്ന്. പക്ഷെ ഫോർ ദ സേഫസ്റ്റ് സൈഡ് നമ്മൾ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ പീരീഡിൽ IV ഗ്ലൂട്ടാത്തിയോൺ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് കാര്യം പറഞ്ഞില്ലേ, അപ്പം അത് ഏത് ടൈം മുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റും? ഫീഡിങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് എടുക്കാം, ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പം അതൊക്കെ ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. നമ്മുടെ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, അതാണല്ലോ മെയിൻ. ഓക്കെ, നമ്മൾ IV ഗ്ലൂട്ടാത്തിയോൺ ക്ലിനിക്കിൽ വന്ന് എടുത്തിട്ട് പോയിട്ട് ചുമ്മാ അങ്ങ് വിടാൻ പാടില്ല. നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻ C, വൈറ്റമിൻ E, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കും പേഷ്യന്റിന്റെ. അപ്പം യൂഷ്വലി വൈറ്റമിൻ C, വൈറ്റമിൻ E ഒക്കെ കഴിക്കുമ്പോഴത്തേനും IV ഗ്ലൂട്ടാത്തിയോണിന്റെ എഫക്റ്റ് ഒന്ന് കൂട്ടും. സോ ദാറ്റ് അവർക്ക് പെട്ടെന്ന് ഒരു റിസൾട്ടൊക്കെ വരാൻ അത് ഹെൽപ്പ് ചെയ്യും. പ്ലസ് വാട്ടർ ഇൻടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഒഴിവാക്കണം, എന്നാലായിരിക്കും എഫക്റ്റ് നന്നായിട്ട് വരാം. പിന്നെ ഫ്രൂട്ട്സും അതൊക്കെ കഴിക്കാം. വെയിൽ കൊള്ളാൻ പാടില്ല, സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ലൈക്ക് എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീൻ ഒക്കെ സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഭയങ്കര മസ്റ്റ് ആണ്. നോർമലി ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പം എക്സ്പെൻസീവ് ആണെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് പറയാം. നോർമലി ഇപ്പം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ അല്ലെങ്കിൽ പെരുമ്പാവൂർ ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് നമ്മുടെ ഇവിടെ വരുന്നത്. അത് ഞാൻ പേഴ്സണലി പറയാണ് കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ IVയും എല്ലാ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. അത് ഞാനിങ്ങനെ പേഴ്സണലി പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത് ടോട്ടലി എത്ര സിറ്റിങ്സാണ് വേണ്ടി വരിക? ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തരുടെ സ്കിന്നും നമ്മുടെ അബ്സോർപ്ഷൻ റേറ്റ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് 5 സിറ്റിങ്ങിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണും, ചിലവർക്ക്
8-10 സിറ്റിംഗ് ആയാലും ചേഞ്ച് കാണില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ചേഞ്ച് വരും. ചിലപ്പം അതൊരു 2 months കഴിഞ്ഞിട്ടായിരിക്കും ചേഞ്ച് വരുന്നത്. ഇപ്പൊ രേഷ്മയാണെങ്കിലും ഒരു 8 to 10 സിറ്റിംഗ് എടുത്തപ്പോഴാണ് ഇനിഷ്യലി ഒക്കെ എന്നോട് പറയുമായിരുന്നു ചേഞ്ചസ് ഇല്ലല്ലോ എന്ന്. പക്ഷെ ഒരു 8 to 10 സിറ്റിംഗ് ആയപ്പോഴും മെല്ലെ പിന്നെ മിനിമം ഡോസേജ് ആണെങ്കിലും നമ്മളത് കണ്ടിന്യൂസ്ലി എത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നോ അത്രയും നന്ന്. അപ്പം യൂഷ്വലി ഒരു 15 സെഷൻസ് നമ്മൾ ഇനിഷ്യലി കൊടുക്കും. പിന്നെ മന്ത്ലി ഒരു ബൂസ്റ്റർ ഡോസ് പോലെ കൊടുത്താലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുക. പെട്ടെന്ന് 2-3 സിറ്റിംഗ്സിലൊന്നും വലിയ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ദർ വിൽ ബി ചേഞ്ച് മേ ബി ആഫ്റ്റർ 2 months. അങ്ങനെ ഓരോരുത്തരുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് സിറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ എക്സ്പെക്ട് ചെയ്താണ് ഇപ്പോൾ വെളുക്കൂ എന്നുള്ളതായിരുന്നു. അത് സ്ലോലി ആണ്, ഓരോരുത്തരുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ കെയർ പോലെ ആയിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് പോസ്റ്റ് കെയർ എത്രത്തോളം ചെയ്യുന്നതോ അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ ടോക്സിന്റെ സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് IV ഗ്ലൂട്ടാത്തിയോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇയർ എൻഡ് ആയതുകൊണ്ട് കുറേ ഓഫേഴ്സ് ഉണ്ട്. നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസും നമുക്ക് അങ്ങനെ കോംബോ ഓഫർ ആയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് സർവീസ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ കേസ് ക്ലിനിക്കിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്തേക്കാം. നമ്മുടെ പെരുമ്പാവൂരാണ് നമ്മുടെ ക്ലിനിക്ക് വരിക കേട്ടോ, കേസ് ക്ലിനിക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ആഡ് ഓൺ ചെയ്യുന്നതാണ്. കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ ബൈ.